കേരളം ഇനി ആര് ഭരിക്കണമെന്ന് നാളെ അറിയാം. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അവസാന വട്ട കണക്കുകൂട്ടലുകളിൽ ഇന്ന് പകൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഇരുട്ടി വെളുത്താൽ കേരളത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാനം കൂടിയാവുകയാണ്. ചുരുങ്ങിയത് 75 സീറ്റെങ്കിലും നേടി ഭരണത്തിൽ തുടരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി ഉള്ളത്. 80-ൽ കുറയാത്ത സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് UDF. തരംഗമുണ്ടായാൽ അത് 100-ലേക്ക് എത്തും എന്നുള്ള കണക്കുകൂട്ടലും മറ്റുമുണ്ട്. വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകളിൽ നിന്ന്, കേരളമെമ്പാടുമുള്ള വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ജി ശ്രീജിത്ത്, ആജ്ഞ രവീന്ദ്രൻ, സാരംഗ് സുധാകരൻ, CV അനുമോദ്, ശരണ്യ സ്നേഹജൻ, KV ബൈജു എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം കോട്ടയത്തേക്ക് പോകണം. രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ണ്. അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു. കോട്ടയം ജില്ലയിലുടനീളം ചില മാറ്റങ്ങളൊക്കെ വിചാരിക്കുന്നു. UDF ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ക്രിസ്ത്യൻ മെജോറിറ്റി മേഖല. എങ്ങോട്ടേക്ക് വോട്ടുകൾ പോയിട്ടുണ്ട്? BJPയുടെ ക്രിസ്ത്യൻ നയതന്ത്രം ഫലിക്കുമോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഉത്തരം ലഭിക്കാൻ നാളെ വരെ കാത്തിരിക്കണം. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ, വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി എന്ന് കരുതാം. അവസാന വട്ട കണക്കുകൂട്ടലിലാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. പ്രത്യേകിച്ചും ജോസ് കെ മാണി ജയിക്കണം, ജയിച്ചില്ലെങ്കിൽ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. എന്താണ് കോട്ടയത്തിൻ്റെ ഏറ്റവും ഈ ദിവസത്തെ രാഷ്ട്രീയ സാഹചര്യം? ഏതാണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രഞ്ജിത്ത്. വലിയ കണക്കുകൂട്ടലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി ഉണ്ടായിരുന്നത്. ഇനി ഒരു കണക്കുകൂട്ടലുകൾക്കും പ്രസക്തിയില്ലാത്ത നിലയിൽ മണിക്കൂറുകൾക്കുള്ളിൽ ജനവിധി പുറത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഓരോ മുന്നണികളും അവരുടേതായ നിലയിലുള്ള ആത്മവിശ്വാസം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് UDF ക്യാമ്പിനെ സംബന്ധിച്ച് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും അവർക്ക് അനുകൂലമായൊരു നിലപാടെടുത്തു എന്നത് അവർക്ക് ഒരു ആശ്വാസം നൽകുന്ന ഘടകമാണ്. പക്ഷേ ഒരു വലിയ സ്കോറിലേക്ക്, വലിയ നമ്പറിലേക്ക്, ഒരു 100-ലേക്കൊന്നും ആരും പ്രവചനം എത്തിക്കുന്നില്ല എന്നുള്ളത് ചെറിയ രീതിയിലെങ്കിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് LDFന്റെ ആത്മവിശ്വാസം അതുതന്നെയാണ്. എക്സിറ്റ് പോൾ ഇങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഫലം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ കരുതുന്നു. മധ്യ കേരളത്തിലടക്കം സീറ്റ് ഉണ്ട്, പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് NDAയുടെ ഒരു ആത്മവിശ്വാസമായി മാറുന്നത്. ഈ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്നു. ജോസഫ് വിഭാഗം ഇത്തവണ UDFന്റെ തണലിൽ വലിയ ആത്മവിശ്വാസമാണ്. ഇത്തവണ മത്സരിച്ച 8-ൽ പക്ഷേ കാഞ്ഞങ്ങാട് ഒഴികെയുള്ള 7 സീറ്റിലും വിജയിക്കും എന്നാണ് അവരുടെ ആത്മവിശ്വാസം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഒരു 2 സീറ്റിൽ നിന്ന് അത്രത്തോളം സീറ്റിലേക്ക് എത്തുക എന്നുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പിന് കൂടി അത് കാരണമാകും. പക്ഷെ അപ്പുറത്ത് അങ്ങനെയെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിന്റെ പ്രതിസന്ധി അത് എത്രത്തോളമാകും? ഇടുക്കിയും ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാലും അടക്കം ആശങ്കകളുണ്ട്. അതേസമയം പാലാ ജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ചെയർമാൻ. അങ്ങനെ ചെയർമാൻ ജയിച്ചാൽ തന്നെ പാർട്ടി ജയിച്ചു എന്ന നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നതാണ് ഇപ്പുറത്ത് ജോസ് കെ മാണിയെ അനുകൂലിക്കുന്നവരും കേരള കോൺഗ്രസ് എമ്മിൽ ഒരു വിഭാഗവും ഒക്കെ കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 5 ഇടത്തായിട്ടാണ് കോട്ടയത്തെ 9 നിയോജക മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുക. അതിൽ കോട്ടയത്തെ 3 ഇടത്തെ വോട്ടെണ്ണലുണ്ട്. കോട്ടയം MD സെമിനാരി സ്കൂളിൽ കോട്ടയത്തെയും ഏറ്റുമാനൂരിലെയും വോട്ടുകൾ എണ്ണുന്നു. ബസേലിയസ് കോളേജിൽ വൈക്കത്തെ വോട്ടുകൾ എണ്ണുന്നു. പാലായാണ് മറ്റൊരു പ്രധാന ശ്രദ്ധാകേന്ദ്രം. പാലയിൽ എന്നുള്ളത് തന്നെയാണ് ത്രികോണ പോരാട്ടം ഷോൺ ജോർജിലൂടെയും മാണി സി കാപ്പനിലൂടെയൊക്കെ നടന്ന ഒരു മണ്ഡലം. അവിടെ ആര് ജയിക്കും എന്നുള്ള സസ്പെൻസ് അറിയാൻ പാല തന്നെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. അവിടെ രാവിലെ ഏതാണ്ട് എല്ലായിടത്തും രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. 8:30 മറ്റ് വോട്ടുകൾ, അതായത് EVM പൊട്ടിച്ചുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാലയിൽ കാർമൽ സ്കൂളിലാണ് പാലയിലെയും കടുത്തുരുത്തിയിലെയും വോട്ടുകൾ എണ്ണുക. പൂഞ്ഞാറും മറ്റൊരു വലിയ ശ്രദ്ധാകേന്ദ്രമായി, ത്രികോണ പോരാട്ടത്തിലൂടെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. കാഞ്ഞിരപ്പള്ളിയും അങ്ങനെയാണ്. അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിലെയും പൂഞ്ഞാറിലെയും വോട്ടുകൾ എണ്ണുന്നത് ഈരാറ്റുപേട്ടയിലാണ്, അരുവിത്തറ കോളേജിലാണ് ഇത് എണ്ണുന്നത്. തൊട്ടിപ്പുറത്തെ പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി മണ്ഡലങ്ങളിലെ SB ഹയർ സെക്കൻഡറി സ്കൂൾ ചങ്ങനാശ്ശേരിയിലാണ് എണ്ണുന്നത്. അങ്ങനെ ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രതിനിധികളെ ഉൾപ്പെടെ സജ്ജമാക്കി പരിശീലനം കൊടുത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഒരു വാശിയേറിയ പോരാട്ടമുണ്ടാകും. പല മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്നുള്ള വിലയിരുത്തലുകളുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ വോട്ടെണ്ണൽ ഒരുപക്ഷെ വലിയ സങ്കീർണതയിലേക്കോ ഒക്കെ ചില മണ്ഡലങ്ങളിലെങ്കിലും പോകാനോ തർക്കങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എല്ലാ കണക്കുകൂട്ടലുകളും തീരുകയാണ്. ജനമനസ്സ് എന്ത് എന്ന് നാളെ അറിയാം. രഞ്ജിത്ത്.
ശ്രീത്ത്, ഈ നമുക്കറിയാം, ഈ പറഞ്ഞ കുറഞ്ഞൊരു 3 മണ്ഡലങ്ങളെങ്കിലും ശക്തമായ ത്രികോണ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പൂഞ്ഞാറും പാലയും ഒക്കെ എടുത്താൽ ഏറ്റവും പ്രധാനമാണ്. സാധാരണയായി ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെയൊക്കെ ഒരു വേഗതയുള്ളത് കൊണ്ട് ഒരു 10-10:30 മണിയോടുകൂടിയൊക്കെ ഫലത്തിലേക്കൊക്കെ വരണം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയാൽ അവസാന റൗണ്ട് വരെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ ഒരു പക്ഷേ വൈകലുണ്ടായേക്കാം, അല്ലേ? നമുക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും. അത്തരം ചില മണ്ഡലങ്ങളുമുണ്ട് കോട്ടയത്ത്. തീർച്ചയായും ചില മണ്ഡലങ്ങളുണ്ട്. പക്ഷേ രഞ്ജിത്ത്, നമുക്ക് ഈ ഓരോ മണ്ഡലങ്ങളിലെയും ഓരോ പഞ്ചായത്തുകളിലെയും ട്രെൻഡ് അറിയാവുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ വോട്ടെണ്ണി കഴിയുമ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതങ്ങനെ അല്ല എങ്കിൽ ഒരു പക്ഷേ ട്രെൻഡുകൾ മാറുന്നു എന്ന് തന്നെ നമുക്ക് പ്രവചിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായി പാലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. പാലയിൽ രാമപുരത്താണ് എണ്ണി തുടങ്ങുന്നത്. രാമപുരം കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ്. ആ രാമപുരത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൊട്ട് അടുത്ത് വരുന്ന മൂന്നരുവ് ഉൾപ്പെടെയുള്ള കടനാട് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ അവിടെ ഷോൺ ജോർജ് പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ രാമപുരത്ത് ഏതാണ്ട് 10-17,000 വോട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പുറത്തുള്ള 2 പഞ്ചായത്തുകളിലും അത്രത്തോളം വോട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഷോൺ മുന്നിൽ പോയേക്കാം എന്ന കണക്കുകളുണ്ട്. പക്ഷെ അങ്ങനെ വന്നാലും ഒരുപക്ഷെ ആകെയുള്ള വോട്ടിങ്ങിനെ ഒരു ലീഡിലേക്ക് എത്തുമോ എന്ന സംശയം അവിടെ ബാക്കിയാണ്. സമാനമാണ് പൂഞ്ഞാർ നോക്കിയാൽ ഈരാറ്റുപേട്ട നഗരസഭയാണ് ആദ്യം എണ്ണുക. അവിടെ UDF വലിയ പ്രതീക്ഷ വെക്കുന്നു, LDFും വലിയ പ്രതീക്ഷ വെക്കുന്നു. അവിടെ എത്രത്തോളം LDFും UDFും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നു. BJP അവിടെ കുറച്ച് താഴെയായിരിക്കും. പക്ഷേ തൊട്ടടുത്ത് വരുന്ന പൂഞ്ഞാർ തെക്കേക്കരയും പൂഞ്ഞാറും ഒക്കെ PC ജോർജ് മുന്നോട്ട് വന്നേക്കാം എന്നവർ കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് പൂഞ്ഞാർ തെക്കേക്കര അവർ ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷേ എന്നിരുന്നാലും ഈരാറ്റുപേട്ടയ്ക്ക് അത്രത്തോളം വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഈ 2-3 സ്ഥലങ്ങളാണ്, പ്രത്യേകിച്ച് പാറത്തോട്, എരുമേലിയാണ് ഏതാണ്ട് 25,000-ഓളം വോട്ടുകൾ പോൾ ചെയ്തിട്ടുള്ള സ്ഥലം. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് അതിൻ്റെ വോട്ട്. അവിടെ എങ്ങനെയാണ് UDF ആണോ LDF ആണോ, പ്രത്യേകിച്ച് മൈനോറിറ്റി വോട്ടുകൾ മുണ്ടക്കയം, ഈ 4 സ്ഥലങ്ങൾ വളരെ പ്രധാനമാണ്. അവിടെ ആരാണ് ഈ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ആര് പിടിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. അതിനുവേണ്ടിയുള്ളൊരു കളിയാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഇതനുസരിച്ചുള്ള ഒരു ഫൈറ്റിലേക്കായിരിക്കും നമുക്ക് ഏതാണ്ട് പല മണ്ഡലങ്ങളും പല പഞ്ചായത്തുകളും അതിൻ്റെ ഒരു സ്വഭാവം മാറുന്നതനുസരിച്ച് റൗണ്ടുകൾ അനുസരിച്ച് ഒരു പരിധിവരെ പ്രവചിക്കാൻ കഴിയും. പക്ഷേ ഈ എല്ലായിടത്തും ചിലയിടത്ത് ഇഞ്ചോടിഞ്ചായി അങ്ങ് മുന്നോട്ട് പോയേക്കാം ചെറിയ വോട്ട് വ്യത്യാസത്തിൽ. അത് അവസാനം വരെ പോയേക്കും. ഇപ്പോൾ പാലയുടെ കാര്യത്തിൽ ഏറ്റവും അവസാനമുള്ള ചില പഞ്ചായത്തുകളും പാലാ നഗരസഭയൊക്കെയാണ് ജോസ് കെ മാണിയെ സംബന്ധിച്ച് പ്രതീക്ഷ ഉള്ളത്. കടപ്പളാമറ്റും പാലാ നഗരസഭയും മുത്തോലിയൊക്കെ ഏറ്റവും അവസാനമാണ് വരുന്നത്. അപ്പോൾ അവിടെ വരെ ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരുമോ, അതിന് മുൻപ് തന്നെ ഒരു ക്ലിയറായി മുന്നോട്ട് പോകുമോ ജോസ് കെ മാണി, അഥവാ കാപ്പൻ വലിയൊരു അശ്വമേധം നടത്തുമോ, ഷോൺ ഒരു വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും വോട്ട് നേടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഷോണിൻ്റെ കണക്ക്. അത് ആ നിലയിലായിരിക്കുമോ പോകുക എന്നൊക്കെയുള്ളത് ഏതാണ്ടൊരു 2-3 റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയും. പക്ഷേ ഈ ചില മണ്ഡലങ്ങളിൽ അത് സാധിക്കില്ല. ഇപ്പോൾ പൂഞ്ഞാറ് പോലെ ഏറ്റവും അവസാനമാണ് പാറത്തോടും എരുമേലിയും മുണ്ടക്കയും ഒക്കെ എണ്ണി വരുന്നത്. അപ്പോൾ ആ ഘട്ടം വരെ ഒരുപക്ഷെ അവിടുത്തെ മൈനോറിറ്റി വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഈ 2 മുന്നണികൾ കോൺഗ്രസും CPM-ഉം അതായത് കേരള കോൺഗ്രസ് എമ്മും പ്രതീക്ഷ അർപ്പിക്കുന്ന വോട്ടുകളാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ വോട്ടെണ്ണലിന്റെ ഒരു അനിശ്ചിതത്വവും അതുമായി ബന്ധപ്പെട്ട അറിയേണ്ട കൗതുകങ്ങളും ഒക്കെ അതാണ്. നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷനാണോ, അത് ന്യൂനപക്ഷ വോട്ടുകൾ 2 മുന്നണികൾക്കുമായി ഡിവൈഡ് ചെയ്തു പോയോ, BJP ഏതൊക്കെ മേഖലകളിൽ വോട്ട് പിടിക്കും, അവസാനം വരെ ഒരുപക്ഷെ പാലയും പൂഞ്ഞാറും അടക്കമുള്ള കോട്ടയത്തെ വിവിധ മണ്ഡലങ്ങളിൽ സംസ്ഥാനം ഒട്ടാകെയുണ്ട് അത്തരം മണ്ഡലങ്ങൾ. ഇത്തവണ ഒരു ത്രികോണ പോരാട്ടമായതുകൊണ്ട് അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ്. ആ ഒരു ആകാംക്ഷയാണ് ഈ ഫലപ്രവചനമൊക്കെ ഇപ്പോഴും നമുക്ക് അപ്രസക്തമാക്കുകയും ഈ എക്സിറ്റ് പോളുകളിൽ പോലും കൃത്യമാണോ കാര്യങ്ങൾ എന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്ക് മലപ്പുറത്തേക്ക് ഒന്ന് പോകണം. അവിടെ CV അനുമോദുണ്ട്. അനുമോദ്, ഈ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ മലപ്പുറത്ത് കുറവായിരിക്കാം, പക്ഷേ ഉണ്ടാകാം. ലീഗിൻ്റെ അപ്രമാദിത്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന മണ്ഡലങ്ങൾ നിരവധിയുണ്ട് മലപ്പുറത്ത്. അവിടെ ആ തരത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്തേക്കാം. ആ എക്സിറ്റ് പോളുകളിലുമൊക്കെ നമ്മൾ കണ്ട കാഴ്ചയും അതൊക്കെ തന്നെയാണ്. പക്ഷെ അല്ലാതെ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന അവസാന റൗണ്ട് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്ന മണ്ഡലങ്ങളുണ്ടോ മലപ്പുറത്ത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ UDFന്റെ ഒരു സമഗ്രാധിപത്യം അവർ അവകാശപ്പെടുന്ന ഒരു ജില്ലയാണ്. 16-ൽ 16 തൂത്തുവാരുമെന്ന ആത്മവിശ്വാസമാണ് അവർ പങ്കുവെക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം. ചില മണ്ഡലങ്ങളിലൊക്കെ കടുത്ത മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച്
വേങ്ങരയിലും പെരിന്തൽമണ്ണയിലും ഒക്കെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മത്സരം ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ഫലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ഇടതുപക്ഷം പ്രതീക്ഷ അർപ്പിക്കുന്നത് പൊന്നാനിയും തവനൂരും തന്നെയാണ്. അതോടൊപ്പം തന്നെ മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന തിരൂര്, ഈ ഒരു 3 മണ്ഡലങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് LDF കണക്കിലെടുക്കുന്നത്. അതിനപ്പുറമാണ് വേങ്ങരയും പെരിന്തൽമണ്ണയും ഒക്കെ വരുന്നത്, അതേപോലെ മങ്കടയിലും. അങ്ങനെ 6 ഇടങ്ങളിലാണ് അവർ ഏറ്റവും ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളായി കണക്കാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും വിജയസാധ്യതയായിട്ട് UDF മറികടക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമായിട്ട് വരിക വേങ്ങര പൊന്നാനിയാകും എന്ന തരത്തിൽ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. ഏറ്റവും കുറഞ്ഞത് 5000 വോട്ടിനെങ്കിലും അവിടെ വിജയിച്ച് കയറാനാകുമെന്നൊരു ആത്മവിശ്വാസമാണ് പൊന്നാനിയിൽ അവർ പങ്കുവെക്കുന്നത്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ തുടർന്നായ പ്രശ്നങ്ങളുണ്ട്, പാർട്ടിക്കുള്ളിൽ വന്ന ചില അതൃപ്തികളുണ്ട്, പാർട്ടി അനുഭാവികൾക്കിടയിലുണ്ടായ പ്രതിഷേധങ്ങളുണ്ട്. ഇതൊന്നും അവസാന ഘട്ടത്തിലും പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയാതിരുന്നത് ഗുണം ചെയ്യും എന്നൊരു കണക്കൂട്ടലാണ് UDF സംബന്ധിച്ചുള്ളത്. അങ്ങനെ തീരദേശ മേഖലയിൽ നിന്ന് ഇടതുപക്ഷത്തിന് സാധാരണയായി ലഭിക്കുന്ന വോട്ടുകൾ അത് ഇത്തവണ അങ്ങനെ ആകില്ല എന്നൊരു കണക്കൂട്ടലാണ് UDF മറുവശത്ത് MK സക്കീർ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയ ഭേദമന്യേ ലഭിക്കുന്ന വോട്ടുകൾ, പെരുമ്പടപ്പ് പോലെ UDF അല്പം മേധാവിത്വമുള്ള ഇടങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അനുകൂലമായ രാഷ്ട്രീയ ഭേദമന്യേ വോട്ടുകൾ ലഭിക്കുന്ന കണക്കൂട്ടലാണ് LDF അങ്ങനെ അവിടെ ഒരു 5000 വോട്ടിന് മണ്ഡലത്തിൽ വിജയിച്ച് മണ്ഡലം നിലനിർത്താമെന്ന കണക്കൂട്ടലാണ് ഉള്ളത്. 7 ഇടങ്ങളിലായിട്ടാണ്, 16 മണ്ഡലങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ 7 ഇടങ്ങളിലായിട്ടാണ് ഈ വോട്ടെണ്ണൽ നടക്കുക. കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്നത് ഗവൺമെൻറ് കോളേജ് മലപ്പുറത്താണ്. അതായത് ഈ ഇടങ്ങളിലെല്ലാം ഒറ്റ കേന്ദ്രങ്ങളിലാണ് കൗണ്ടിംഗ് നടക്കുന്നത്. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളുടെ നിലമ്പൂർ അമൽ കോളേജിലാണ് നടക്കുക. വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി എന്നീ മണ്ഡലങ്ങളുടെ തിരൂരങ്ങാടിയിൽ തന്നെയാണ് നടക്കുന്നത്. തിരൂരങ്ങാടി ഓർഫണേജിലും അതുപോലെ തിരൂരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഓർഫണേജ് അപ്പർ പ്രൈമറി സ്കൂളിലുമായിട്ടാണ് ഈ 3 മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുക. താനൂർ, തിരൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളുടേത് തിരൂർ പോളിടെക്നിക്കിലാണ് വോട്ടെണ്ണുക. അതുപോലെ തന്നെ തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളുടേത് പൊന്നാനി AV ഹയർ സെക്കൻഡറി സ്കൂളിലും ആണ് നടക്കുന്നത്. അപ്പോൾ 7 ഇടങ്ങളിലായിട്ടാണ് നടക്കുന്ന ഈ ഒരു കൗണ്ടിങ്. ഏകദേശം നമുക്കറിയാം രാവിലെ 8 മണിയോടെ തന്നെ തുടങ്ങിയാൽ 10 മണിക്കുള്ളിൽ ഫലങ്ങളൊക്കെ വരേണ്ടതാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കഴിഞ്ഞ തവണയെല്ലാം കണ്ടതുപോലെ തവനൂരിലും പെരിന്തൽമണ്ണയിലും ഒക്കെ കഴിഞ്ഞ തവണ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമായിട്ടായിരുന്നു. പെരിന്തൽമണ്ണയിൽ 38 വോട്ടിനാണ് അവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പെരിന്തൽമണ്ണ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇക്കുറി ഉയരുന്നത്. തവനൂരിൽ കഴിഞ്ഞ തവണ അവസാന റൗണ്ടിലാണ് KT ജലീൽ വിജയിച്ച് കയറിയത് ഫിറോസ് കുന്നംപറമ്പിലിനെതിരെ. അപ്പോൾ അവിടെയും വലിയ തോതിൽ തന്നെ ഒരു മത്സരം ഇത്തവണയും നടക്കുന്ന ഒരു സാഹചര്യം VS ജോയും ജലീലും തമ്മിൽ. അങ്ങനെ നമുക്ക് ഈ ഒരു 6 മണ്ഡലങ്ങൾ, അതിൽ നമുക്ക് അവസാന റൗണ്ട് വരെ തന്നെ മത്സരം എവിടേക്ക് ഇത് വേണമെങ്കിലും തിരിയാവുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. UDF സമഗ്രാധിപത്യമെന്ന് അവർ അവകാശപ്പെടുമ്പോഴും LDF സംബന്ധിച്ച് വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളായിട്ട് തന്നെ ഇത് കാണുന്നത്. അതിൽ തന്നെ 3 ഇടങ്ങളിൽ അവർ വിജയം പ്രതീക്ഷിക്കുന്നുമുണ്ട്. വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിൽ നേടുന്ന വോട്ടുകളാണ് തിരൂരിൽ ഫലം നയിക്കുക. പാർട്ടി വോട്ടുകൾക്ക് പുറമെ അദ്ദേഹം സ്വന്തം നിലയിൽ നേടുന്ന വോട്ടുകൾ അത് എത്രമാത്രം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മാത്രമാണ് അറിയുക. നിലവിൽ 6000-ലധികം വോട്ടിൻ്റെ വ്യത്യാസം LDF-ഉം UDF തമ്മിൽ മണ്ഡലത്തിലുണ്ട്. അതിനെ മറികടക്കുവാൻ വി അബ്ദുറഹ്മാനെ കൊണ്ട് സാധിക്കുമോ, സ്വന്തം നിലയിൽ നേടുന്ന വോട്ടുകൾ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് തിരൂരിലെ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം. എന്താണെങ്കിലും ഒരു UDF സംബന്ധിച്ച് ഭരണത്തിലെത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകൾ നേടുന്ന ഒരു ജില്ലയായിട്ടാണ് മലപ്പുറത്തെ കാണുന്നത്. ഇവിടെ അവർക്ക് തൂത്തുവാരി കഴിഞ്ഞാൽ മറ്റിടങ്ങളിൽ, അത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒന്നും LDF-നൊപ്പം എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മലബാർ മേഖലയിൽ അവർ നേടുന്ന സീറ്റുകളാണ് അവരെ സംബന്ധിച്ച് നിർണായകം. അതിൽ തന്നെ മലപ്പുറം ജില്ല തൂത്തുവാരാനായാൽ അവരെ സംബന്ധിച്ച് വലിയ ഭരണത്തിൽ വന്നാൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടിയായി ലീഗ് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ഓരോ സീറ്റും അത്തരത്തിൽ നിർണായകമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചേക്കാം. അതിന് സീറ്റ് എണ്ണം പ്രധാനമാണ്. ഒരു 25-ന് മുകളിലൊക്കെ സീറ്റിലേക്ക് എത്തുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായാൽ എന്തായിരിക്കും ലീഗിൻ്റെ ഡിമാൻഡ് എന്നതുകൂടി കാത്തിരുന്ന് കാണണം. ഇതുവരെയുള്ളൊരു പ്രതീക്ഷ ലീഗിൻ്റെ എന്താണ്? നമ്മൾ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനമൊന്നും വേണ്ട എന്ന് പറയുന്നു, പക്ഷേ പ്രധാന വകുപ്പുകൾ ലീഗിനൊപ്പം ഉണ്ടാകും. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന അവരുടെ നേതാവിനെ കൃത്യമായി അവർ പ്ലേസ് ചെയ്യുകയും ചെയ്യും. UDF മന്ത്രിസഭയുണ്ടായാൽ അത് ഏത് തരത്തിൽ പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ ആവശ്യങ്ങൾ വർദ്ധിക്കുകയല്ലേ ഉള്ളൂ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുമ്പോൾ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന്. ഈ പ്രത്യേകിച്ച് ഈ സീറ്റെണ്ണമൊക്കെ ഈ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ മുകളിലേക്ക് എത്തിയാൽ
തീർച്ചയായും രഞ്ജിത്ത് 20 സീറ്റ് നേടിയപ്പോഴാണ് അവർ 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടത്. ഇത്തവണ അവർ അതിലധികം സീറ്റുകൾ നേടുമെന്ന ഒരു കണക്കുകളിൽ തന്നെയാണ്. മാത്രമല്ല 5 മന്ത്രിസ്ഥാനം നിലവിൽ തന്നെ ഒരു കോട്ടയായി കിടക്കുന്നുണ്ട്. ഇത്തവണ 25-ൽ 21-ലധികം സീറ്റുകൾ വിജയം നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ സ്ഥാനങ്ങൾ, ക്യാബിനറ്റ് സ്ഥാനങ്ങൾ ആവശ്യപ്പെടും. അതിൻ്റെ ഒരു ക്വാട്ട വരുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് എത്ര സീറ്റുണ്ട്, അവർ എത്ര ക്യാബിനറ്റ് സ്ഥാനം വീതിക്കുന്നു എന്നതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാണെങ്കിലും ആനുപാതികമായിട്ട് ഒരു പ്രാതിനിധ്യം വേണമെന്നൊരാവശ്യം ലീഗിൽ ഉണ്ടാകും. അവർ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും, പരസ്യമായിട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും അതിന് തക്ക രീതിയിലുള്ള സ്ഥാനങ്ങൾ അവരെ നേടിയെടുക്കാനുള്ള സമ്മർദ്ദം UDF-ൽ ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ മന്ത്രിസ്ഥാനമായിട്ടായിരിക്കില്ല, ഒരുപക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ ചീഫ് വിപ്പ് സ്ഥാനമോ അങ്ങനെ ക്യാബിനറ്റ് റാങ്കിലുള്ള സ്ഥാനങ്ങൾ തന്നെ വേണം എന്ന ഒരു ആവശ്യമായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക. നിലവിൽ തന്നെ മുതിർന്ന നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ ഈ ഒരു മത്സരത്തിൽ ഇത്തവണ ഉണ്ട്. സ്വാഭാവികമായിട്ടും അവരെയൊക്കെ പരിഗണിക്കേണ്ട സാഹചര്യത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തുമ്പോൾ അവർക്ക് പരമാവധി ക്യാബിനറ്റ് സ്ഥാനങ്ങൾ അല്ലെങ്കിൽ പദവികൾ വേണമെന്ന ഡിമാൻഡിൽ തന്നെയായിരിക്കും പാർട്ടിക്ക് അകത്ത് ഈ ഒരു ആവശ്യം ഉയരുക. കുഞ്ഞാലിക്കുട്ടി മുന്നിൽ നിന്ന് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുക. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. കുറേ നമുക്ക് UDF സർക്കാരിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റ് മന്ത്രിസ്ഥാനത്തേക്ക് ആരെല്ലാം വരുമെന്ന പേരുകൾ ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ PK ബഷീറിൻ്റെ പേര് സജീവമായി ചർച്ചയിലുണ്ടായിട്ടെന്നാണ്. N ഷംസുദ്ദീൻ, അദ്ദേഹം 4 തവണയായിട്ട് വന്നതാണ്. അതേപോലെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് പാറക്കൽ അബ്ദുള്ളയെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. KM ഷാജി, അദ്ദേഹം കാസർഗോഡ് നിന്ന് മലപ്പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് വിജയിച്ചാൽ ഒരു മന്ത്രിസ്ഥാനം എന്നൊരു വാഗ്ദാനം അല്ലെങ്കിൽ അത്ര ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചതായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ളവർ മുന്നോട്ട് വെച്ചതായിട്ടുള്ള ഒരു വിവരങ്ങളുണ്ട്. മഞ്ഞളാംകുടി അലി, അദ്ദേഹം മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തെയും പരിഗണിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു പടി നേതാക്കൾ തന്നെ, ഒരു വലിയ ഒരു നിര നേതാക്കൾ തന്നെ മുസ്ലിം ലീഗിൽ ഈ ഒരു പദവിക്ക് അർഹരായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ആരെല്ലാം തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ലീഗിൽ വലിയ ചർച്ചകൾ നടക്കേണ്ടി വരും. അപ്പോൾ എത്രയും അധികം ക്യാബിനറ്റ് സ്ഥാനങ്ങൾ ലഭിച്ചാൽ അത്രയും അവർക്ക് പാർട്ടിക്കുള്ളിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. അതുകൊണ്ട് തന്നെ പരമാവധി സ്ഥാനങ്ങൾ അവർ പരസ്യമായിട്ടൊരു വിഴുപ്പലക്കലിന് തയ്യാറായില്ലെങ്കിലും UDF-ൽ സമ്മർദ്ദം ചെലുത്തി അവരത് നേടിയെടുക്കും. ലീഗിന്റെ ഒരു അപ്രമാദിത്യം UDF സർക്കാരിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് സാരംഗിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരത്ത് സാരംഗ് BJP വിജയം പ്രതീക്ഷിക്കുന്ന 2 സീറ്റുകളും തലസ്ഥാന നഗരിയിലാണ്. ഇതിപ്പോൾ നിയമവും കഴക്കൂട്ടവും അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൂട്ടലുണ്ട്. പക്ഷേ LDF-ന് നിർണായകമാണ്. അവരുടെ സിറ്റിംഗ് MLA-മാരുടെ എണ്ണം ഏറ്റവും അധികമുള്ള ജില്ലകളിലൊന്നാണ് തിരുവനന്തപുരം. അവിടെ മിക്ക സ്ഥലങ്ങളിലും അവർ വലിയ പോരാട്ടം നേരിട്ടിരുന്നു, സംശയമില്ല. UDF വലിയ വിജയപ്രതീക്ഷയിലുണ്ട്. സീറ്റെണ്ണത്തിൻ്റെ കാര്യത്തിലൊക്കെ ചില പ്രവചനങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ അവസാന ദിവസത്തെ കണക്കുകൂട്ടലുകൾ വരുമ്പോൾ ഈ പഴയതുപോലുള്ള ആത്മവിശ്വാസം 3 മുന്നണികൾക്കും തലസ്ഥാനത്തുണ്ടോ? രഞ്ജിത്ത്, എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടുകൂടി തന്നെ ഏത് രീതിയിലായിരിക്കും ഫലം എന്നതിൽ വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഭരണ തുടർച്ച പ്രതീക്ഷിച്ച് നിൽക്കുന്ന LDF-ഉം ഒപ്പം ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി തിരുവനന്തപുരം, അതായത് നിരവധി A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്, നേമത്താണ്. ഏറ്റവും പ്രതീക്ഷ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലവും ഒപ്പം തന്നെ BJP-യുടെ A ക്ലാസ് മണ്ഡലം നിലനിൽക്കുന്ന മണ്ഡലവും സ്ഥലവുമാണ് നേമം. അവിടെയും എന്താവും വിധി എന്ന കാര്യത്തിൽ നാളെ ഒരു മണിക്കൂറുകൾ മാത്രം ഇനി കാത്തിരുന്നാൽ മാത്രം മതി. എന്തുതന്നെയായാലും ഒരു ഭരണ തുടർച്ചയുടെയും ഒപ്പം ഭരണ അട്ടിമറിയുടെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ മലബാർ ഏരിയകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഏകദേശം ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. പക്ഷേ ഈ ഒരു ഭരണ അട്ടിമറി അടക്കം അതിന് കാരണമാകാൻ സാധ്യതയുള്ള കൂടുതൽ മണ്ഡലങ്ങൾ നിൽക്കുന്നത് തെക്കൻ ജില്ലകളിലേക്കാണ്. അതുതന്നെ തിരുവനന്തപുരം ജില്ലയിലും വലിയ അട്ടിമറി UDF പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അക്കൗണ്ട് തുറക്കാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേമവും ഇവിടെ തിരുവനന്തപുരത്താണുള്ളത്. അത് അക്കൗണ്ട് പൂട്ടിക്കുമെന്നും ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിക്കുമെന്നാണ് പറയുന്ന മന്ത്രി ശിവൻകുട്ടിയും ഇവിടെ മത്സരിക്കുന്നു. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനാണ് മത്സരിക്കുന്നതും. ഒപ്പം അവിടെ ശക്തമായൊരു മത്സരവും കാത്തുസൂക്ഷി വെച്ചിട്ടുണ്ട്. ഒപ്പം R ശ്രീലേഖ മത്സരിക്കുന്നു. അങ്ങനെ പല മണ്ഡലങ്ങൾ, അതായത് തലസ്ഥാന നഗരി, തലസ്ഥാനത്തെ പല മണ്ഡലങ്ങളും ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെ ആര് ജയിക്കും, ആര് തോൽവി നേരിടും എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉറപ്പ് അത് ആർക്കുമില്ല. ഒരു നേരിയ മാർജിനിലുള്ള വിജയങ്ങളായിരിക്കാം ഇവിടെ കൂടുതലും ഉണ്ടാവുക എന്നാണ് മുന്നണികൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു മണ്ഡലങ്ങളിലെ വിജയം ഏത് രീതിയിൽ ഭരണത്തിലേക്കുള്ള, അതായത് ഏത് മുന്നണിയാണോ ഭരണത്തിലേക്ക് വരുന്നത് അവരെ ഏത് രീതിയിലേക്ക് ഈ ഒരു
തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങൾ സ്വാധീനിക്കും എന്ന കാര്യത്തിലും വ്യക്തത കുറവ് ഇപ്പോഴും മുന്നണികൾക്കുണ്ട്. ഒരു പ്രതീക്ഷ, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പിന്തുടർന്നുകൊണ്ടാണ് UDF ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭരണം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ UDF ക്യാമ്പുകളിൽ നിൽക്കുന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വിജയം അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ മറികടന്നുകൊണ്ട് ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ LDF ക്യാമ്പുകൾ നിൽക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ശിവൻകുട്ടി പൂട്ടിയ അക്കൗണ്ട് അത് ഒന്നിൽ നിന്നും അധികം നമ്പറുകളിലേക്ക് എത്തിക്കൊണ്ട് ഒരു ശക്തമായ മുന്നണി, നമ്മളുടെ നേരത്തെ രാജീവ് ചന്ദ്രശേഖർ അടക്കം സംസാരിച്ചപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ അതായത് ഇലക്ഷന് മുൻപ് തന്നെ പ്രതികരിച്ചിരുന്നു 2 മുന്നണികളിലേക്ക് കേരളം മാറും, അതായത് ഈ ഒരു കോൺഗ്രസും മാറി BJPയും ശക്തമായ ഒരു മുന്നണിയിലേക്ക് വരുമെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അത്തരത്തിലുള്ളൊരു ട്രെൻഡ് മാറ്റം ഇത്തവണ കേരളത്തിൽ ഉണ്ടാകുമോ, അതിന്റെ തുടക്കം നേമത്ത് നിന്നാകുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ നാളെ ആയിരിക്കും വ്യക്തത വരിക. എന്ത് തന്നെയായാലും 3 ക്യാമ്പുകളിലും വലിയ പ്രതീക്ഷ നിലനിൽക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അത് ഏത് രീതിയിലായിരിക്കും ജനം അതിന് മനസ്സ് നൽകിയിരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ വോട്ട് ഏത് രീതിയിലേക്കായിരിക്കും മാറി മറിയുക എന്നത് നാളെ മണിക്കൂറുകൾക്കകം തന്നെ മനസ്സിലാക്കാൻ കഴിയും. രഞ്ജിത്ത്, തീർച്ചയായും അത് തലസ്ഥാന നഗരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള ഒരു ജില്ല. അത് അപൂർവം ജില്ലകളിൽ മാത്രമാണ് അത്തരമുള്ളത്. തിരുവനന്തപുരത്ത് 3 മുന്നണികളും പ്രതീക്ഷ അർപ്പിക്കുന്നു. BJPക്ക് തങ്ങൾക്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ തിരുവനന്തപുരത്തും തുടങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതാണ്. നേരത്തെ സാരംഗ് പറഞ്ഞ പോലെ അത് ഇരട്ട പൂട്ടിട്ട് പൂട്ടിവെച്ചിട്ടുണ്ട് എന്നുള്ള ശിവൻകുട്ടിയുടെ പ്രഖ്യാപനത്തിനൊക്കെ എത്ര സമയത്ത് ആയുസുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്ക് കൊച്ചിയിലേക്ക്, എറണാകുളം ജില്ലയിലേക്ക് ഒന്ന് പോകണം. അവിടെ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, എറണാകുളത്ത് ഇത്തവണ UDF പ്രതീക്ഷിക്കുന്നത് ഒരു സമ്പൂർണ്ണ വിജയമാണ്, സംശയമില്ല. കാരണം അവർക്ക് അനിവാര്യവുമാണ്. ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിലൊന്നായ സതീശൻ്റെ തട്ടകമാണ്. സതീശൻ്റെ ആളുകളാണ് എറണാകുളം ജില്ല മുഴുവനുള്ള നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും ആ സീറ്റുകൾ, ആ മണ്ഡലങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ളത്, അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു, ശക്തമായ മത്സരം നടത്തി. LDFൻ്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ പോലും അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുവെന്ന വിലയിരുത്തലുണ്ട്. BJPക്ക് ആകട്ടെ 2020യുടെ ഒരു സാന്നിധ്യമാണ് അവിടെ പ്രതീക്ഷ അർപ്പിക്കുന്നത്. പക്ഷേ അവർ വിജയത്തിലേക്ക് എത്തുമോ എന്ന കാര്യമൊന്നും നമുക്ക് ഒരിക്കലും പ്രവചിക്കാനാവില്ല. എന്താണ് എറണാകുളത്തെ ഏറ്റവും ഒടുവിലത്തെ, നമുക്കിനിയും മണിക്കൂറുകൾ മാത്രമാണല്ലോ വോട്ടിനുള്ളത്, മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നേതാക്കളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്ന വികാരം? രഞ്ജിത്ത്, ശക്തമായ ഇടതു തരംഗമുണ്ടായിരുന്ന സമയത്തും എറണാകുളം ജില്ല പിന്തുണച്ചത് UDFനാണ്. UDFൻ്റെ ഒപ്പം നിന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ടേമിലും 9-5 എന്നുള്ള സംഖ്യ അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്ത്. അതേസമയം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ UDFൻ്റെ ഇത്തവണത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് മുഴുവൻ മണ്ഡലങ്ങളും 14 മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയി പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളുകളിൽ ഒരാൾ കൂടിയുള്ള ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ റിസൾട്ട് എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച് വലിയ ഒരു ടാസ്ക് തന്നെയാണ്. ഈ പ്രത്യേകിച്ചും UDFിനെ ഏത് കാലത്തും UDFിനെ പിന്തുണച്ച ജില്ല കൂടിയാണ് എറണാകുളം. എറണാകുളത്തെ എല്ലാ ജില്ലകളിലും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ UDF നേരത്തെ മുതലേ നടത്തി വന്നിരുന്നു. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോഴും അതിനു മുൻപും 90 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് താഴേക്ക് ഒരിക്കലും UDF നേതാക്കളോ കോൺഗ്രസ് നേതാക്കളോ പോയിട്ടില്ല എന്നുള്ളതാണ്. അതായത് എക്സിറ്റ് പോളുകളെ കടുത്ത മത്സരം ഉണ്ടാകും, 70-71 എന്നുള്ള ഒരു സംഖ്യയിലൊക്കെ നിലനിൽക്കുമ്പോൾ അതല്ല, 90-ലധികം സീറ്റുകൾ നേടിയായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വരിക എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം കൂടി നമ്മളോട് സംസാരിച്ച ഈ തൃപ്പൂണിത്തറ UDFിൻ്റെ സ്ഥാനാർത്ഥി, തൃപ്പൂണിത്തറ UDFിൻ്റെ സ്ഥാനാർത്ഥി ദീപക് ജോയി നമ്മളോട് പറഞ്ഞത് ഈ മണ്ഡലം മുഴുവൻ പിടിച്ചെടുക്കുക, 14 മണ്ഡലങ്ങളും UDFിനൊപ്പം തന്നെയായിരിക്കും, കോൺഗ്രസിനൊപ്പം തന്നെയായിരിക്കും. അതുമാത്രമല്ല, അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ സംഭാവന ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നായിരിക്കും, എറണാകുളത്ത് നിന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ അതേസമയം തന്നെ UDFിലെ മറ്റടിയൊഴുക്കുകൾ ചർച്ചയാക്കുന്നുണ്ട്. കെ ബാബു കഴിഞ്ഞ ദിവസം സുധീറിനെതിരെ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്ന ബാർക്കോഴ വിവാദവുമായി തനിക്ക് സംഭവിച്ചതും തൻ്റെ സീറ്റ് നിഷേധവുമായി ബന്ധപ്പെട്ട് തനിക്ക് സംഭവിച്ചതും അല്ലെങ്കിൽ തനിക്ക് സീറ്റ് നൽകാതിരിക്കാൻ സുധീരൻ ശ്രമിച്ചിരുന്ന കാര്യങ്ങളും ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ബാർ ലൈസൻസുകൾ പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട KPCCയിലെ മുതിർന്ന നേതാക്കൾക്കിടയിലുണ്ടായ
അസ്വാരസ്യവും ആ സമയത്ത് തന്നെ വി എം സുധീരനെടുത്തിരുന്ന നിലപാടും ഒക്കെ തൻ്റെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുമായി കെ ബാബു രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതും മാത്രമല്ല LDFിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ശ്രീനിജൻ 554 വോട്ടുകൾ, അതായത് പാർട്ടി വിലയിരുത്തുകൾ 5000 വോട്ടുകളോളം പാർട്ടിക്ക് ലഭിക്കേണ്ടുന്ന വോട്ടുകൾ ഉറപ്പില്ല എന്നുള്ള ഒരു നിരീക്ഷണത്തിൽ എത്തിയപ്പോൾ അതല്ല 554 വോട്ടുകൾ തനിക്ക് ലഭിക്കും, അതിന് ഭൂരിപക്ഷം ഉണ്ടാകും, ചിലപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു 0 കൂടി ചേർക്കേണ്ടി വരും എന്നുള്ള ഒരു പോസ്റ്റുമായിട്ട് ശ്രീനിജൻ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കുന്നത്തുനാട് നമുക്കറിയാം 2020ക്ക് വളരെയധികം ശക്തിയുള്ള ഒരു മണ്ഡലമാണ് കുന്നത്തുനാട്. 4 പഞ്ചായത്തായിരുന്നു തെരഞ്ഞെടുപ്പുമായി, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കുന്നത്തുനാട് മണ്ഡലത്തിൽ 4 പഞ്ചായത്തുകളായിരുന്നു 2020യുടെ കയ്യിലുണ്ടായിരുന്നത്. ആ ഒരു കണക്ക് കൂട്ടൽ കൂടി കണക്കെടുത്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ, അതായത് NDAയുമായി BJPയുമായി അലയൻസായി 2020യും BJPയും കൂടി അലയൻസ് ആയിരുന്ന ഒരു സാഹചര്യത്തിൽ BJP വോട്ടുകളും 2020 വോട്ടുകളും ചേർന്ന് കുന്നത്തുനാട് മണ്ഡലം ഒരു പക്ഷേ കയ്യിൽ നിന്ന് പോയേക്കാം എന്നൊരു ആശങ്ക CPMന് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലാണ് ഇന്നലെ പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ശ്രീനിജൻ. അതുമായി ബന്ധപ്പെട്ട് ഈ വോട്ട്, അതായത് തനിക്ക് വ്യക്തിപരമായി ലഭിക്കേണ്ടുന്ന വോട്ടുകളുണ്ട്, BJPയിലെയും 2020യിലെയും വോട്ടുകൾ തനിക്ക് ലഭിക്കേണ്ടതുണ്ട്, അത് പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകളാണ്, പാർട്ടി വോട്ടുകളെ പറ്റിയാണ് പാർട്ടിയുടെ കാൽക്കുലേഷൻ തുടങ്ങിയ തരത്തിലുള്ള വിശദീകരണങ്ങളുമൊക്കെ ആയിട്ട് ശ്രീനിജനും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാലും കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചി എപ്പോഴും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത ഇടത് ചായ്വും ഇടതൊഴുക്കും ഉണ്ടായിരുന്ന സമയത്തൊക്കെയും UDFിൻ്റെ ഒപ്പം നിന്നിരുന്ന, കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നിരുന്ന മണ്ഡലം തന്നെയാണ് എറണാകുളം. എറണാകുളത്തെ എല്ലാ മണ്ഡലങ്ങളും 14 മണ്ഡലങ്ങളിലും 9-5 എന്നുള്ള ഒരു കക്ഷി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ 9-ൽ നിന്നും ബാക്കി 5 കൂടി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് UDFിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത്തരത്തിലൊരു വലിയ മത്സരം എറണാകുളം ജില്ലയിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ടാകുന്നുണ്ട്. പ്രവചനത്തിന് അതീതമായ സാഹചര്യങ്ങളുള്ള പല മണ്ഡലങ്ങളുമുണ്ട്, സംശയമില്ല. എറണാകുളം UDFിൻ്റെ തട്ടകമാണ്. പലപ്പോഴും UDFിൻ്റെ ചില കോട്ടകളിൽ കടന്നു കയറിയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മണിക്കൂറുകൾക്കകം അറിയാം. നമുക്കിനിയിപ്പോൾ പോകേണ്ടത് കാസർഗോട്ട് KB ബൈജുവിലേക്കാണ്. ബൈജു, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ BJPക്ക് മൂന്നാമത് NDA എന്ന മൂന്നാം ശക്തിക്ക് എന്താണ് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ 2 മണ്ഡലങ്ങളെങ്കിലും അവിടെ ഉണ്ട്, കാസർഗോഡും ഒപ്പം മഞ്ചേശ്വരവും. അവിടെ നല്ല പോരാട്ടം നടന്നിട്ടുണ്ട്, സംശയമില്ല. മഞ്ചേശ്വരത്തെങ്കിലും വിജയിക്കും എന്നവർ കരുതുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളുടെ അനുഭവം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ല, കുറഞ്ഞ വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ അത് മറികടക്കാം എന്നുള്ള ആത്മവിശ്വാസമുണ്ടോ, അതോ UDFിൻ്റെ ഒരു അപ്രമാദിത്യം ഇത്തവണയും കാസർഗോഡ് ജില്ലയിൽ ഈ മണ്ഡലങ്ങളിൽ കാണാൻ സാധിക്കുമോ? LDFിൻ്റെ കോട്ടകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറച്ച കോട്ടകളുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ഇളക്കത്തിന് സാധ്യതയുണ്ടോ? എന്നെ ചോദിക്കുന്നത് നമ്മൾ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. പക്ഷേ അവസാന ദിവസത്തെ കണക്കുകൂട്ടലുകളിൽ ഒരു യാഥാർത്ഥ്യത്തോട് ചേർന്നുള്ള ചില കണക്കുകളിലേക്കൊക്കെ മുന്നിൽ എത്തിക്കാണുമല്ലോ. അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതെ രഞ്ജിത്ത്, ഇനി മണിക്കൂറുകൾ മാത്രമേ വോട്ടെണ്ണാനുള്ളൂ. നെഞ്ചിടിപ്പോടെയാണ് ഓരോ മുന്നണികളെന്ന് പറയേണ്ടി വരും. രഞ്ജിത്ത് സൂചിപ്പിച്ചത് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനം. അതിൽ 2 മണ്ഡലം, കാസർഗോഡും മഞ്ചേശ്വരവും, ആകാംക്ഷയോടെ കൗതുകത്തോടെ നോക്കുന്ന 2 മണ്ഡലങ്ങളുള്ളത് ഇത് തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2ാം സ്ഥാനത്താണ് കാലങ്ങളായി BJP ഇവിടെ ഉള്ളത്. ഇത്തവണ വിജയിക്കാൻ കഴിയും. അത് പ്രത്യേകിച്ച് മഞ്ചേശ്വരത്ത് K സുരേന്ദ്രന് കഴിഞ്ഞ 20 വർഷമായി കാസർഗോഡ് ജില്ലയിലെ സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയാണ്. ഇതുവരെ വിജയിക്കാൻ സാധിച്ചില്ല. 89 വോട്ടിനും 745 വോട്ടിനും ഒക്കെ പരാജയപ്പെടുന്ന സാഹചര്യം. ഇത്തവണ ആ പഴുതുകളെല്ലാം അടച്ച് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. അതായത് ഈ 2 മണ്ഡലങ്ങളിലും പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, UDFിൽ മുസ്ലിം ലീഗാണല്ലോ 2 മഞ്ചേശ്വരവും കാസർഗോഡ്, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണത്. ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടാൽ UDF ഭരണത്തിൽ വരുന്ന സാധ്യതയുണ്ടാൽ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്ഷീണമായിരിക്കും ഈ 2 മണ്ഡലവും. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനും തങ്ങളുടെ വോട്ടുറപ്പിക്കാനും ഒക്കെ മുസ്ലിം ലീഗ് ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെ ചില പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിനുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള മണ്ഡലങ്ങളാണ് ഈ
കാസർഗോഡും മഞ്ചേശ്വരവും. അതായത് 7000-ഓളം പ്രവാസി വോട്ടർമാർ ഈ 2 മണ്ഡലങ്ങളിലുമുണ്ട്. ഇത്തവണ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും വിമാനക്കൂലിയൊക്കെ വലിയ തോതിൽ കൂടിയതും വിമാനം റദ്ദ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ വിദേശത്ത് നിന്നും വോട്ട് ചെയ്യാൻ ആളുകൾ എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും അവർക്ക് ആശ്വാസമുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം നിരവധി SIR വന്നതോടുകൂടി നിരവധി വോട്ടുകൾ തള്ളുന്ന സാഹചര്യം, അതായത് 15,000-ഓളം വോട്ടുകളൊക്കെ ഈ 2 മണ്ഡലങ്ങളിൽ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ ഒരു പ്രതീക്ഷയാണ് മുസ്ലിം ലീഗിനുള്ളത്. ഏതായാലും ഈ NDA മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ വിജയിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. മലബാറിൽ 2 സീറ്റാണ് മിക്ക സർവേകളും പ്രവചിച്ചിട്ടുള്ളത്. അത് ഒന്ന് പാലക്കാട്ടും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തുമാണ്. ആ ഒരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം കാസർഗോഡ് വളരെ ശക്തമായ മത്സരമാണ്. ഇത്തവണ ത്രികോണ മത്സരമാണ് നടന്നതെന്ന് പറയേണ്ടി വരും. കാരണം LDF സ്ഥാനാർത്ഥി കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇത്തവണ ഇറക്കിയതോടുകൂടി തന്നെ അത് ആർക്ക് ഗുണം ചെയ്യും? LDF കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ അത് സ്വാഭാവികമായും NDAക്ക് ഗുണം ചെയ്ത സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കാസർഗോഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ NDA ക്യാമ്പ് വലിയ പ്രതീക്ഷയാണ്. ഏതായാലും വലിയ കാടിളക്കിയുള്ള പ്രചാരണമൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല. വളരെ സൈലന്റ് ആയിരുന്നു ഈ 2 മണ്ഡലങ്ങളിലും. വലിയ നേതാക്കളൊന്നും പ്രധാനമന്ത്രിയെ പോലുള്ള ആളുകളെയൊന്നും വിജയിക്കുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊണ്ടുവന്നിട്ടുള്ളതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ 2 മണ്ഡലങ്ങളുടെ ഫലം അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയേണ്ടി വരും. മറ്റ് മണ്ഡലങ്ങളിലേക്ക് വന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം അത് തൃക്കരിപ്പൂർ ആയാലും കാഞ്ഞങ്ങാടായാലും ഉദുമയായാലും ഈ 3 മണ്ഡലങ്ങൾ കാലങ്ങളായി LDFന്റെ കയ്യിലുള്ളതാണ്. അതിൽ കാഞ്ഞങ്ങാട് ഒരുപക്ഷെ സുരക്ഷിതമാണെന്നൊക്കെ പറയുമ്പോഴും തൃക്കരിപ്പൂറും ഉദുമയും വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. ഒപ്പം UDF ക്യാമ്പ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. പ്രത്യേകിച്ച് ഉദുമ ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് UDF ക്യാമ്പ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ പോലും അവരുടെ കണക്കുകൾ അങ്ങനെയാണ് അവർ നിർത്തുന്നത്. അവിടെ LDF കുറച്ച് പുറകിൽ പോകുമെന്ന് LDFന്റെ കണക്കുകൾ തന്നെ വ്യക്തമാകുന്നത്. ഏതായാലും ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഉദുമയെ ജയിക്കാനാകുമെന്നാണ് LDF ക്യാമ്പ് പറയുന്നത്. പക്ഷേ UDF ക്യാമ്പ് ആകട്ടെ ഇത്തവണ ഉദുമ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും വലിയ തോതിലുള്ള വാശിയേറിയ മത്സരം നടന്ന മണ്ഡലങ്ങളാണ് 5 മണ്ഡലങ്ങളും കാസർഗോഡ് ജില്ലയിലേത്. അതിൽ 2 മണ്ഡലം മഞ്ചേശ്വരവും കാസർഗോഡും തന്നെയാണ്. തീർച്ചയായും അതാണ് കാസർഗോട്ടെ ഒരു ചിത്രം. ആകെ ചിത്രം അതാണ്. നമ്മൾ കഴിഞ്ഞ 25 ദിവസമായി എന്താണ് പ്രതീക്ഷ, ആരുടെ നെഞ്ചിരിപ്പ് കൂടുന്നു എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഞാൻ ബൈജുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട കാര്യം, ബൈജു ഈ അവസാന സമയത്ത് ഒരു യാഥാർത്ഥ്യ ബോധത്തിലുള്ള കണക്കിലേക്കൊക്കെ ആളുകൾ വരുമല്ലോ, ആ ഒരു വിലയിരുത്തലിലേക്ക് കൂടി നമുക്ക് വരണം. ഇവർ ബൈജു പറഞ്ഞ പോലെ SIRന്റെ കാര്യമുണ്ട്, പ്രവാസി വോട്ടുകളുടെ ആശങ്ക അവിടെ ഈ മുസ്ലിം ലീഗിനുണ്ട്, BJPക്ക് പ്രതീക്ഷകളുണ്ട്. അതൊക്കെയാണ് ബൈജു വളരെ കൃത്യമായി പങ്കുവച്ചത്. കാരണം ഈ ചോദ്യം ചോദിച്ച് പ്രേക്ഷകരെ കൂടി നമ്മൾ ബോറടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറണ്ട. കാരണം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും ഫലം വരാൻ. അതനുസരിച്ച് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ ചർച്ചകളിലൊന്നും ഒരു പ്രസക്തിയും ഇല്ലതാനും, അത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കാര്യങ്ങൾ അവരെ കുറച്ചുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ടർമാരോട് സംസാരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിലെ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഈ പറഞ്ഞതുപോലെ തന്നെ G. സുധാകരൻ എന്ത് അത്ഭുതങ്ങൾ അവിടെ സാധിച്ചെടുക്കുമെന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ചോദ്യങ്ങളിലൊന്ന്. 139 മണ്ഡലങ്ങളിൽ ജയിച്ചാലും അമ്പലപ്പുഴയിൽ തോറ്റാൽ അത് CPMന് കിട്ടുന്ന തല്ല് കുറച്ചൊന്നും ആയിരിക്കില്ല, അടി കുറച്ചൊന്നും ആയിരിക്കില്ല, സംശയമില്ല. നമുക്ക് അമ്പലപ്പുഴയിൽ നിന്ന് തുടങ്ങാം. എന്താണ് അമ്പലപ്പുഴയിലെ ഒരു സുധാകരനൊക്കെ ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലും വന്ന് പ്രസംഗിക്കുകയും മറ്റും ചെയ്തു. താൻ സ്വതന്ത്രനായി നിന്നാലും ജയിക്കും, അതിനിപ്പോൾ UDFന്റെ പിന്തുണ വേണമെന്ന് പോലും ഇല്ലായിരുന്നുവെന്ന്. അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണോ സുധാകരൻ ക്യാമ്പ് ഈ അവസാന മണിക്കൂറുകളിലും? തീർച്ചയായിട്ടും രഞ്ജിത്ത്, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ. അത് G. സുധാകരൻ സ്ഥാനാർത്ഥി തന്നെയാണ്. കാരണം CPMനെ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്ത തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും മറ്റെവിടെ ജയിച്ചാലും ഭരണം കിട്ടിയാലും അമ്പലപ്പുഴയിൽ പരാജയപ്പെട്ടാൽ അത് പാർട്ടി കേൾക്കുന്ന അല്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകും എന്ന് പ്രവർത്തകരെ അടക്കം അറിയിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ആലപ്പുഴ കടന്നുപോയത്. എന്തായാലും വലിയ മത്സരമാണ് ഇത്തവണ ആലപ്പുഴ ജില്ലയിലുള്ളത്. അമ്പലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ അമ്പലപ്പുഴ ഏറെക്കുറെ സുധാകരൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം എല്ലാ വിഭാഗങ്ങളിലും ജനകീയ സ്വതന്ത്രൻ എന്നുള്ള രീതിയിലേക്ക് തീരുമാനം കൈക്കൊള്ളുകയും UDF പിന്തുണയോടെ വരികയും ചെയ്ത ആ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്
എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് സുധാകരന് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിനെ കൊണ്ടെത്തിക്കാൻ ആ ഒരു തീരുമാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും വളരെ പ്രതീക്ഷയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അമ്പലപ്പുഴയിൽ അങ്ങനെ ഒരു വിജയം അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വിജയം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഒരു 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തവണ വോട്ട് എങ്ങോട്ട് എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം സാധാരണഗതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് CPM അനുഭാവികളുടെ വോട്ട് വലിയ തോതിൽ ചോർന്നതായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞ പാർലമെന്റ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മത്സരത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത്തവണ ആലപ്പുഴ കാണിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് കേഡർമാർ, അതായത് പാർട്ടി കേഡർമാർക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിനോട് ഒരു വലിയ അവമതിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ കേഡർമാർ, അതായത് അനുഭാവികൾ പോയാലും കേഡർമാരുടെ വോട്ട് പാർട്ടിക്ക് വീഴാറുണ്ടായിരുന്നു. പക്ഷേ കേഡർമാർ അനുഭാവികളെക്കാൾ കൂടുതൽ മാറി ചിന്തിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് തന്നെ പറയാൻ കഴിയും. അത്തരത്തിൽ പല പാർട്ടി കോട്ടകളിലും അത്തരത്തിൽ വിള്ളൽ വീണ് അല്ലെങ്കിൽ അതിനോടൊരു മടുപ്പ് കാണിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ജില്ലയിലെ പാർട്ടിയുടെ പ്രശ്നങ്ങൾ തന്നെ അതൊരു വലിയ ഘടകം തന്നെയാണ്. കാരണം ജില്ലയിലെ നേതൃത്വത്തിലുള്ള ഒരു അവമതിപ്പ്, അതോടൊപ്പം തന്നെ തുടർഭരണം വേണ്ട എന്നുള്ളൊരു മടുപ്പ് ആളുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായത് SDP ബാന്ധവം തന്നെയാണ്. അതായത് ഒരു പ്രത്യക്ഷത്തിൽ പറഞ്ഞ് ഇപ്പോൾ അമ്പലപ്പുഴയുടെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ H സലാമിനെതിരെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, SDP ബന്ധമുണ്ടെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇതൊരു പ്രത്യക്ഷ പ്രചരണമാവുകയും SDP കേന്ദ്രങ്ങൾ കൃത്യമായി ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് തേടി ഇറങ്ങുകയും ചെയ്ത ഘട്ടത്തിൽ ഇപ്പുറത്തൊരു വലിയ ഏകീകരണം ഉണ്ടായി എന്നുള്ളത്, UDFന് അനുകൂലമായ ഒരു ഏകീകരണം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതും ഇവിടെ തിരിച്ചടിയായി എന്നുള്ളതാണ്. മറ്റൊന്ന് CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ SDP-യുമായി പോരടിച്ച് നിൽക്കുന്ന പ്രവർത്തകർക്കിടയിൽ ഇതൊരു വലിയ നിരാശ ഉണ്ടാക്കുകയും പലയിടങ്ങളിലും അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനോട് നിസ്സംഗരാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആലപ്പുഴയിൽ വളരെ കുറച്ച് മണ്ഡലങ്ങൾ മാത്രമാണ് വിവിധ മുന്നണികൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക. അത് ബാക്കിയുള്ളിടത്തെല്ലാം രഞ്ജിത്ത് വളരെ കടുത്ത മത്സരമാണ്, ജില്ല തന്നെയാണ്, സംശയമില്ല. രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയ പോരാട്ടം ഇത്തവണ കാര്യമായി നടന്ന മണ്ഡലം കൂടിയാണ്. നമുക്കിനി കേരളത്തിലെ വോട്ടെണ്ണൽ മാത്രമല്ല, രാജ്യം കാത്തിരിക്കുന്ന ബംഗാളും തമിഴ്നാടുമൊക്കെ വളരെ പ്രധാനമാണ്. അസമിലൊക്കെ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച മട്ടാണ്. പക്ഷേ ബംഗാളിലും ബംഗാളിലും തമിഴ്നാട്ടിലുമാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്. ബംഗാളിൽ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസും BJPയും നേർക്കുനേർ പോർമുഖത്താണ്. വലിയ സംഘർഷങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അവിടെ സുരക്ഷാ വലയം ശക്തമായി തന്നെ കേന്ദ്രസേന ഒരുക്കിയിട്ടുണ്ട്. ഹാട്രിക് ജയം നേടിയ തൃണമൂൽ 4ാം ജയമാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ബംഗാളിൽ അട്ടിമറി എന്ന് 5ഓളം സർവേകൾ പ്രവചിച്ചിട്ടുണ്ട്. 200 സീറ്റ് അധികം നേടുമെന്നാണ് ഇന്നലെയും മമതാ ബാനർജി പങ്കുവച്ച ആത്മവിശ്വാസം. അതേസമയം തമിഴ്നാട്ടിലേക്ക് വന്നാൽ അവിടെയും സമാനമായി തന്നെ വിജയിയുടെ ഒരു വരവ് പ്രധാനമാണ്. അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് AIDMKയുടെയും DMKയുടെയും ചങ്കെടുപ്പ് കൂട്ടുന്നത്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഏറെ നിർണായകമായ 2 സംസ്ഥാനങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ നിർണ്ണയിക്കും. ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി തീരുമാനിക്കും. BJPയുടെ പോരാട്ടത്തിൻ്റെ ഫലമുണ്ടാകുമോ എന്ന് മനസ്സിലാക്കും. അങ്ങനെ എന്താണ് ബംഗാളിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു സാഹചര്യം? അതിൽ പ്രധാനമായും ഇപ്പോഴും വലിയ സംഘർഷങ്ങൾ ബംഗാളിൻ്റെ പല മേഖലകളിലുമുണ്ട്. നാളെയും സമാനമായി സംഭവിക്കുമെന്ന് കരുതണം. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാവും ബംഗാളിൽ ഇക്കുറി. നാളത്തെ ജനവിധി അതിൽ നിർണായകവുമാണ്. കാരണം ചരിത്രത്തിലില്ലാത്ത വിധമുള്ള വീറും വാശിയുമായിരുന്നു ഇക്കുറി ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഒരു വശത്ത് തൃണമൂൽ കോൺഗ്രസും മറുവശത്ത് BJPയും വീറും വാശിയുമോടെ പ്രചരണം മുതൽ ഏറ്റവും ഒടുവിൽ നാളെ വോട്ടെണ്ണുമ്പോൾ അതിൻ്റെ തലേ ദിവസവും പരസ്പരം പോർമുഖം തുറന്ന ഇരു പാർട്ടികളും അവിടെ രംഗത്തുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പോളിംഗിന് ശേഷവും സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടന്ന ഒരു പ്രദേശം എന്ന നിലയിൽ കൂടി ബംഗാളിലെ ജനവിധി നാളെ ഏറെ ശ്രദ്ധേയമാണ്. ബംഗാളിലേക്ക് വന്നാൽ രഞ്ജിത്ത്, ആകെ 294 സീറ്റുകൾ, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 148 സീറ്റുകൾ. നമുക്കറിയാം, എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പലതും ഇക്കുറി അട്ടിമറി പ്രവചിക്കുന്നു എന്നതാണ് ബംഗാൾ രാഷ്ട്രീയത്തെ ഇത്തവണ ഏറെ സങ്കീർണമാക്കുന്നത്.
കാരണം 15 വർഷമായി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസാണ് ബംഗാളിൽ അധികാരത്തിൽ. 2021 215 സീറ്റോടെയാണ് മമത അധികാരത്തിൽ എത്തിയത്. അവിടെ BJP 77 സീറ്റ് നേടി. അതിന് തൊട്ടു മുൻപുള്ള 2 തെരഞ്ഞെടുപ്പുകളിലെ സാഹചര്യത്തിൽ നിന്ന് തികച്ച് വിഭിന്നമായിരുന്നു 2021. അതാണ് ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയും. ഓരോ തെരഞ്ഞെടുപ്പിലും BJP അവരുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഇക്കുറി കഴിഞ്ഞ ദിവസം അടക്കം ബംഗാളിലെ നേതാക്കളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന് പരാജയഭീതിയാണെന്നും ബംഗാളിൽ BJP അട്ടിമറി വിജയം ഉറപ്പാക്കുന്നു എന്ന തരത്തിലാണ് നേതാക്കളുടെ പ്രവചനം. മാത്രമല്ല അവരുടെ ആത്മവിശ്വാസവും പതിവിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ഉയർന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ ദിവസം കൗണ്ടിംഗ് ഏജന്റുമാരുടെ ഒരു യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പങ്കെടുത്തു. ഈ യോഗത്തിലാണ് മമത കൗണ്ടിംഗ് ഏജന്റുമാരോട് വ്യക്തമാക്കിയത് 200 സീറ്റിലധികം നേടി വിജയിക്കും, ആത്മവിശ്വാസം കൈവിടരുത്, കൗണ്ടിംഗ് കേന്ദ്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അത് ഉടനടി നേതൃത്വത്തെ അറിയിക്കണം എന്നതടക്കം അവർക്ക് പ്രത്യേക പരിശീലന പരിപാടി അടക്കം നൽകിയ ശേഷമാണ് ഇത്തവണ കൗണ്ടിംഗ് സെന്ററിലേക്ക് അയക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ബംഗാളിനെ സംബന്ധിച്ച്. അങ്ങനെ വീറും വാശിയും പ്രചരണഘട്ടം മുതൽ ഏറ്റവും ഒടുവിൽ നാളെ വോട്ടെണ്ണും വരെയും അവിടെ പ്രകടനമാണ്. മാത്രമല്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായി പല ഘടകങ്ങളുമുണ്ട് ഇക്കുറി ബംഗാൾ തെരഞ്ഞെടുപ്പിലെ ജനവിധി നിർണ്ണയിക്കുന്നതിൽ. അതിൽ ഏറ്റവും പ്രധാനം വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. വോട്ടർ പട്ടിക പരിഷ്കരണം അത് എങ്ങനെ പ്രതിഫലിക്കും? റെക്കോർഡ് പോളിംഗ് ആണ് ബംഗാളിൽ ഇക്കുറി നടന്നത്. 2 ഘട്ടങ്ങളിലും 90% മുകളിലേക്ക് പോളിംഗ് എത്തി. ആ പോളിംഗ് ആർക്ക് അനുകൂലമാകും? മാത്രമല്ല സജീവ ചർച്ചയായത് ബ്രാൻഡ് മമതയും മറുവശത്ത് ബ്രാൻഡ് മോഡിയും. അങ്ങനെ ഒരു വശത്ത് ദേശീയത സജീവ ചർച്ചയായപ്പോൾ മറുവശത്ത് ബംഗ്ലാ അവരുടെ വികാരം ആളിക്കത്തിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് മറുവശത്ത് നടന്നത്. ഇതെല്ലാം എങ്ങനെയാണ് ജനവിധിയിൽ പ്രതിഫലിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫാൽത്ത മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ അർദ്ധരാത്രിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫാൽത്തയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. മെയ് 21 അവിടെ റീപോളിംഗ് നടക്കുക. രാവിലെ 7 മുതൽ വൈകിട്ട് വരെയായിരിക്കും അവിടെ പോളിംഗ്. മെയ് 24 അവിടെ വോട്ടെണ്ണൽ. അപ്പോൾ ഒരു മണ്ഡലം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ ജനവിധി നാളെ അറിയാം. ഇന്നലെയായിരുന്നു 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നത്. 2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെയായിരുന്നു റീപോളിംഗിലും. സൗത്ത് 24 പർഗനാസിലെ റീപോളിംഗിലും ജനങ്ങളുടെ പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം അത് 90% മുകളിലേക്ക് അവിടെയും എത്തി എന്നതാണ് തീർച്ചയായും. 2ാം ഘട്ടത്തിലും 1ാം ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടായത് ബംഗാളിലെ ജനമനസ് എന്താണ് എന്നതിൻ്റെ സൂചനയായി 2 രാഷ്ട്രീയ പാർട്ടികളും കാണുന്നുണ്ട്, BJPയും തൃണമൂൽ കോൺഗ്രസും. പക്ഷേ അത് അറിയണമെങ്കിൽ ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. ആക്രോശങ്ങളില്ല, വാഗ്വാദങ്ങളില്ല, ലേലം വിളിയില്ല. വോട്ടെണ്ണലിൻ്റെ ഓരോ അപ്ഡേറ്റും വ്യക്തമായി ജനങ്ങളിലേക്ക്. ജനമനസ് തിങ്കളാഴ്ച രാവിലെ 6 മുതൽ News 18 കേരളത്തിൽ. റെനർജി പ്രസൻസ് ജനമനസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Renergy Systems India Private Limited, the most trusted solar energy brand. Co-presented by Berger. Berger Paints, paint your imagination. Co-powered by UGS Gold Loan. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS Gold Loan. Special partners IIC Lakshya. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. And IBIS. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. In association with അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. കേരളം ആര് ഭരിക്കും? ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ? BJP എത്ര വരെ? മുഖ്യമന്ത്രി ആരാകണം? ജനവിധിക്ക് മുൻപേ ആദ്യ ഫലം. വോട്ട് വൈബ് എക്സിറ്റ് പോൾ ഇന്ന് വൈകിട്ട് 6 മണി മുതൽ News 18 കേരളത്തിൽ മാത്രം.
പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നും കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? നിങ്ങൾക്കും പറയണ്ടേ? വിളിക്കൂ ന്യൂസ് 18 പൊതുവേദിയിലേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നാടു കേൾക്കട്ടെ. ഒരു രാവിനും പകലിനും ഇടയിലെ നേരം, അത് ചിലർക്ക് കൂടണയലിന്റെ ആശ്വാസ നേരമാകാം. മറ്റു ചിലർക്ക് ഒടുങ്ങാത്ത തിരക്കുകളുടെ ഉദയ നേരമാകാം. ഉദയാസ്തമയങ്ങളില്ലാത്ത വാർത്തകളുടെ കടൽ തീരത്ത് നേരങ്ങളെല്ലാം ഒരുപോലെയാണ്. ഇവിടെ നമുക്കൊന്നിച്ച് ഒരല്പനേരമിരിക്കാം. ഒരു ചൂട് ചായ പങ്കിടുന്ന ഉണർവോടെ കുറച്ച് വാർത്തകളും കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കാം. നേരം വൈകുന്നേരം, ദിവസവും 5 മുതൽ 6 വരെ. ഹലോ ചേട്ടാ, ഞാൻ ഇവിടെ എത്തി കേട്ടോ. ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ വരാം. ഓക്കെ കേട്ടോ. Today, the world changes in every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ ലോകം ചുറ്റാൻ പറ്റും. മേ ബി പോസിബിൾ. നമുക്കിനി പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ വാർത്തകളിലേക്കൊന്ന് പോകണം. ഇറാൻ അതിര് കടന്നാൽ വീണ്ടും സൈനിക ആക്രമണമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. എന്നാൽ തങ്ങൾ മുന്നോട്ട് വെച്ച 14 ഇന ഉപാധികൾ അമേരിക്ക അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസിൽ ഉപരോധം തുടരുമെന്നും ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നും ഇറാനും വ്യക്തമാക്കുകയാണ്. അങ്ങനെ പരസ്പരം വെല്ലുവിളിക്കുകയാണ്, പോർവിളികൾ മുഴക്കുകയാണ് ഇരു രാജ്യങ്ങളും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ചിത്രം. കടൽ കൊള്ളക്കാരെ പോലെയാണ് അമേരിക്ക ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ഇത് ലാഭമുള്ള പ്രവൃത്തിയാണെന്നും ട്രംപ് ഫ്ലോറിഡയിലെ റാലിയിൽ പറഞ്ഞു. ട്രംപ് പറഞ്ഞത് ഈ ഹോർമുസിലും മറ്റും കപ്പലുകൾ പിടിച്ചെടുക്കുന്നതിനെ സന്ദർഭോചിതമായി പറയുകയാണ്. തങ്ങൾ കടൽ കൊള്ളക്കാരെ പോലെ കപ്പലുകളിൽ ഇറങ്ങി സമ്പത്തുകൾ പിടിച്ചെടുക്കുന്നു, അത് അമേരിക്കയ്ക്ക് ലാഭമാണ് എന്ന് പറയുകയാണ്. ഇതിനിടയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയെ പുറത്താക്കാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ നീക്കം നടത്തുന്നുവെന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വി വിനോദ് ചേരും. വിനോദ്, ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഒരു തരത്തിലുള്ള സംയമനത്തിനുമില്ല. 14 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നു. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പല ഉപാധികളുമാണ്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതാണ്. താൽക്കാലിക വെടിനിർത്തൽ വേണ്ട എന്ന് ഇറാൻ പറയുന്നു. പക്ഷേ അപ്പോഴും വേണമെങ്കിൽ പരസ്പരം ആക്രമണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ പശ്ചിമേഷ്യയിൽ? രഞ്ജിത്ത്, വലിയ സംഘർഷം ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഈ കരാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന 14 ഉപാധികളുണ്ട്. ആ കാര്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകണമെന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും ഹോർമൂസിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം തങ്ങൾക്ക് വേണം. അതോടൊപ്പം തന്നെ സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ പാടില്ല.
ഇതുവരെ ഉണ്ടായ സംഘർഷത്തിലെ നഷ്ടം, ഇങ്ങനെയുള്ള 14 ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ട്രംപ് പറയുന്നത് പൂർണ്ണമായും ഇത് തള്ളിയിട്ടില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഒരു പരാമർശമുണ്ടായത് ഇത് താൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ്. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് ഈ ഉപാധികളെക്കുറിച്ചുള്ള വിശദമായ പരിശോധന നടത്തുകയാണ്. അതിൽ അംഗീകരിക്കാവുന്ന കാര്യങ്ങൾ അംഗീകരിക്കാം എന്നൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പരിപൂർണമായ വെടിനിർത്തൽ, യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരാവശ്യമാണ് ആത്യന്തികമായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിന് അമേരിക്ക തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇന്നലെ ഫ്ലോറിഡയിൽ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയിൽ ട്രംപ് പറയുന്നത്, ഒരു റാലിക്കിടയിൽ അദ്ദേഹം പറഞ്ഞത്, അമേരിക്ക ഇപ്പോൾ കടൽ കൊള്ളക്കാരെ പോലെയാണ് ഇപ്പോൾ ഇടപെടുന്നത്, അതിൽ വലിയ ലാഭമുണ്ട് എന്ന് ട്രംപ് പറയുന്നുണ്ട്. കപ്പലുകളിലേക്ക് അമേരിക്കൻ സേന പറന്നിറങ്ങുന്നു, കപ്പലുകൾ പിടിച്ചടക്കുന്നു, അതിലെ വസ്തുക്കൾ കൈയടക്കുന്നു, അതിലെ ഇന്ധനം കൈയടക്കുന്നു. ഇതിലൂടെ വലിയ ലാഭം അമേരിക്കയ്ക്ക് കിട്ടുകയാണെന്ന അഭിമാനത്തോടു കൂടി ട്രംപ് പറയുകയാണ്. താൻ ഒരു കടൽക്കൊള്ളക്കാരനാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നിലയിലേക്ക് ട്രംപ് മാറുന്നു എന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അതേസമയം ഇസ്രായേലും അമേരിക്കയും കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നൊരു കാര്യമുണ്ട്, ഇറാനിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകും. അതിൻ്റെ ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. തീർച്ചയായും വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് IPL ഒരു ക്ലാസിക് പോരാട്ടത്തിൻ്റെ ആവേശം ഉണ്ടായിരുന്നു. ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെ 2ാം തവണയും ചെന്നൈ കീഴടക്കുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ആധിപത്യം ഉറപ്പിച്ചു. ഋതുരാജ് ഗെയ്ക്വാദും യുവതാരം കാർത്തിക് ശർമ്മയും അർദ്ധ സെഞ്ചുറികളുമായി തിളങ്ങി. 8 വിക്കറ്റിൻ്റെ ആധികാരികമായ ജയമാണ് CSK സ്വന്തമാക്കിയത്. ചെന്നൈ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്തെ കയറുകയും ചെയ്തു. നിതിൻ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കും. നിതിൻ, ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള മത്സരമായിരുന്നു. പക്ഷേ ചെന്നൈയുടെ ആധിപത്യമാണ് കണ്ടത്. ഒരു ഘട്ടത്തിലും മുംബൈ വിജയിക്കുമെന്നൊരു തോന്നൽ പോലും ഉണ്ടാക്കിയില്ല, അല്ലേ നിതിൻ? അതെ, IPL-ലെ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന ചെന്നൈ മുംബൈ പോരാട്ടമാണ് ഇന്നലെ നടന്നത്. ആധികാരികമായ ഒരു വിജയം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് നേടാനായത്. ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് 159 റൺസ് സ്കോർ ബോർഡിൽ എത്തിച്ചുവെങ്കിലും അത് വേണ്ടിയൊരു റണ്ണായിട്ട് തോന്നിയിട്ടില്ല ചെന്നൈ ബാറ്റ്സ്മാൻമാർക്ക്. ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിലെ റിയാൽ റെക്കൽട്ടൺ, സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാനായ റിയാൽ റെക്കൽട്ടൺ 37, പഞ്ചാബി ബാറ്റ്സ്മാനായ നമ്മൻദീർ നേടിയ 57 എന്നുള്ള സ്കോറല്ലാതെ മുംബൈ ഇന്ത്യൻസ് ബാറ്റ്സ്മാൻമാർക്കൊന്നും കാര്യമായി ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിലെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബോളിംഗ് മികവ് തന്നെയാണ്. ആദ്യമേ ഈ സീസണിൽ വളരെ മോശമായ ഒരു ബോളിംഗ് ടീം എന്ന് വിശേഷിക്കപ്പെട്ട ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ച എല്ലാ മത്സരത്തിനും അവരുടെ വിജയത്തിന് കാരണമായത് അവരുടെ ബോളിംഗ് സൈഡ് തന്നെയാണ്. പിന്നെ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് 160 റൺ ചേസിന് ഇറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡിൻ്റെ ബാറ്റിംഗ് മികവോടുകൂടിയാണ് അവർ ആ സ്കോർ മറികടന്നത്. 14 കോടി ടീമിലെത്തിച്ച കാർത്തിക് ശർമ്മ എന്ന യുവതാരം, ഇതുവരെ IPL ഈ സീസണിൽ മിന്നും പ്രകടനമൊന്നും പുറത്തെടുക്കാൻ കഴിയാത്ത കാർത്തിക് ശർമ്മയ്ക്ക് ഈ മത്സരത്തിൽ ഒരു ഹാഫ് സെഞ്ചുറി നേടി ചെന്നൈയുടെ വിജയത്തിന് വഴിയൊരുക്കാൻ സാധിച്ചു. തീർച്ചയായും അതാണ് ചെന്നൈയുടെ വിജയത്തിൽ ഒരുപാട് ഘടകങ്ങൾ നിർണായകമായിരുന്നു. നമ്മുടെ സഞ്ജു സാംസൺ തിളങ്ങാനായില്ല. സഞ്ജു പെട്ടെന്ന് ഔട്ടായി. പക്ഷേ അപ്പോഴും ഋതുരാജ് ഗെയ്ക്വാദ് അടക്കമുള്ള താരങ്ങൾ വളരെ കൃത്യമായി തന്നെ ആ സ്കോറിലേക്ക് എത്തുന്നതിൽ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മുംബൈ ആരാധകർക്ക് വീണ്ടും നിരാശ നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. നമുക്കിനി സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. ജന്മദിനം ആഘോഷിക്കുന്ന അമ്മൂസ് പ്രവീൺ രാജ് ചിത്ര ദമ്പതികളുടെ മകളാണ്. ആശംസകൾ അറിയിക്കുന്നത് ചേട്ടൻ വൈഷ്ണവ്. അമ്മൂസിന് ന്യൂസ് 18 കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു. ഇന്ന് വിവാഹിതരാകുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് അനന്തുവിനും മേഘയ്ക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അനന്തവും മേഘയും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ്. രണ്ടുപേരും ഇന്ന് വിവാഹിതരാകുന്നു. അവരുടെ ഭാവി ജീവിതത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും. അപ്പോൾ നമുക്ക് രാവിലെ പൂർത്തിയാക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ഇന്നിപ്പോൾ കാത്തിരിപ്പിൻ്റെയൊക്കെ ദിവസമാണ്. നാളെ ഈ സമയമൊക്കെ ആകുമ്പോഴേക്ക് പെട്ടി പൊട്ടിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ഇത് തന്നെയായിരിക്കും ഇന്ന് പ്രധാന വാർത്തകളായി നിൽക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് വാർത്തകളിലേക്ക് വരാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.